യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം, ആ സമരത്തെ തുടർന്ന് നേഴ്സുമാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, അവരുടെ ശമ്പള വർധനവ് അടക്കം നടപ്പിലാക്കുന്നതിന് സർക്കാർ മുന്നിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു അവകാശ തർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണല്ലോ, ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ, തോറ്റാ നീ എന്നുള്ളതാണ് അതിൻ്റെ കാരണക്കാരൻ. അപ്പം ഇതാണ് ഇതിന് എട്ടുകാലി മമ്മൂഞ്ഞിസം എന്ന് നോക്കുകയാണെങ്കിൽ പറയാം. പക്ഷെ ഒരു ഉളുപ്പുമില്ലാതെ ഇവിടുത്തെ ചാനലുകൾ ആ സമരത്തിന്റെ വിജയത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നത് കാണുമ്പോഴാണ് ഇമ്പാക്റ്റ് എന്ന് വലിയ അക്ഷരത്തിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നു. പക്ഷെ ഇത് സത്യത്തിൽ കൊടുക്കേണ്ടത് ആരാണ്? ഈ ഇമ്പാക്റ്റ് ആരുടെയാണ്? നമ്മുടേതാണ് ഇമ്പാക്റ്റ്. മറുനാടൻ മലയാളിയുടേതാണ്. ഷാജൻ സ്കറിയയുടെ ഇമ്പാക്റ്റാണ്. ഷാജൻ സ്കറിയ നേരിട്ട് ഇടപെട്ടാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടാണ് ഇത് ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തി. ഈ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തൃശ്ശൂർ നടന്ന സമ്മേളനത്തിൽ ഇവർ എത്ര പേരോടെ എത്ര ചാനലുകൾ പങ്കെടുത്തു എന്നുള്ളത് നോക്കേണ്ട. ഒരൊറ്റ ചാനലുകൾ പോലും റിപ്പോർട്ട് ചെയ്തില്ല. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് എന്ന് പോലും മൈൻഡ് ചെയ്യാത്ത ആൾക്കാരാണ്. പക്ഷേ തിരുവനന്തപുരം നഗരത്തെ വിറപ്പിച്ചുകൊണ്ട് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ സാന്നിധ്യം ഉണ്ടല്ലോ. സെക്രട്ടേറിയറ്റ് മാർച്ചാണെങ്കിലും പിന്നീട് മാനവീയ വീതിയിൽ നടന്ന ചടങ്ങിലുമൊക്കെ തന്നെ ആ പങ്കെടുത്ത ആ ബാഹുല്യം ഉണ്ടല്ലോ, ആളുകളുടെ എണ്ണം, ആ നഴ്സുമാരുടെ എണ്ണം, അത് കണ്ട് വരണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം നമ്മളാണെന്ന് പറയാൻ ഇറങ്ങിയിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് ഇടത് സൈബർ ഹാൻഡിലുകളുടെ ഒരു പ്രചാരണമുണ്ട്. അതായത് ഷാജൻ സ്കറിയായും ഗവൺമെൻറ് വിരുദ്ധരും ചേർന്ന് ഇത് ആണ് ഈ സമരം ഉണ്ടാക്കിയത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ സമരവേദിയിൽ വന്ന ആൾക്കാരെ കണ്ടിട്ടാണ്. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ, മാത്യു കുഴൽനാടൻ, രമേശ് ചെന്നിത്തല, വി രാജേഷ്, പിന്നെ കെ സി വേണുഗോപാല്, ഇവരെല്ലാവരും വന്ന്, അനൂപ് ആന്റണി, ഇവരെല്ലാവരും വന്നു. ശ്രീനാദേവി കുഞ്ഞമ്മ, വിജയ് ഇന്ദുയുടൻ തുടങ്ങി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും എത്തി. അപ്പം ഇവരതിനൊരു രാഷ്ട്രീയ നിറം കൊടുത്തു. ഒരു നിറവും ഇല്ലാതാണ്, വെള്ള നിറത്തിലാണ് അവരെല്ലാവരും വന്നത്. സമരക്കാർ വന്നതെല്ലാം അവരൊരു വെള്ളക്കൊടിയുടെ കീഴിൽ അണിനിരന്ന് ആ മാലാഖമാരുടെ ആ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു നിറമായിട്ടാണ് അവരത് അവിടെ വന്നത്. ഇടത് സൈബർ ഹാൻഡിലുകൾ മുഴുവൻ ഈ സമരം പൊളിഞ്ഞുപോയെന്നും ഈ സമരം സർക്കാർ വിരുദ്ധ സമരമാണെന്നും സ്പോൺസേർഡ് സമരമാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിച്ചു. സമരം പോലെയാണ് ഈ സമരം എന്ന് കരുതിയാണ് അവർ ഇറങ്ങി. പക്ഷേ ഇടതു മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണിയുടെ ലീഡർ ജോസ് കെ മാണി അവിടെ വന്ന് പ്രസംഗിച്ചു. വേറെ വഴിയില്ലല്ലോ, ജോസ് കെ മാണി പ്രസംഗിച്ചു. അപ്പോൾ എന്താണ് ശരിക്കും സമരം? ആ സമരത്തിന് രാഷ്ട്രീയ ചായ്വൊന്നുമില്ല. പിന്നീട് അത് ജാസ്മിൻ ഷാ എന്ന് പറയുന്ന അവരുടെ ഈ സമരനായകനെതിരെ ഉള്ള ഒരു പ്രചാരണമായി. ജാസ്മിൻ ഷായ്ക്ക് ഇന്നലെ മറുപടി കൊടുക്കേണ്ടി വന്നു. ജാസ്മിൻ ഷാ തനിക്കെതിരെ വരുന്ന ഓരോ ചോദ്യത്തിനും കൃത്യം. അതിനകത്ത് ഒരു ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഷാജൻ സ്കറിയയെ കൊണ്ടു നടക്കുന്നത്? ഷാജൻ സ്കറിയെ എന്തിനാണ് കൊണ്ടു നടക്കുന്നതിനുള്ള മറുപടിയായിട്ട് ജാസ്മിൻ ഷാ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രം കോടിയേരി ബാലകൃഷ്ണൻ്റെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ നടന്ന നേഴ്സുമാരുടെ സമരപ്പന്തലിൽ വന്ന് അതിന് അഭിവാദ്യം അർപ്പിച്ച്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ സമരം നടക്കുന്നത്, അതിന് അഭിവാദ്യം അർപ്പിച്ച് പ്രസംഗിക്കുന്നുണ്ട്. അന്ന് എവിടെ പോയി എന്നുള്ള ജാസ്മിൻ്റെ ചോദ്യത്തിന് ആരും ഉത്തരം കൊടുത്തിട്ടില്ല. കൊടുക്കാൻ പറ്റില്ലല്ലോ, കൊടുക്കില്ലല്ലോ, അതിന് കൊടുക്കില്ല. എന്നാൽ പോലും ഇന്നലെ എന്താണ് ഒരു റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്റ്റ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഒരു ഗുണമുണ്ട്, സകലമാന നേഴ്സുമാരും ഈ സമരചരിത്രം അറിയാവുന്നവരും വന്ന് ഇവരുടെ എല്ലാം കമന്റ് ബോക്സിനടി കമന്റുകൾ ഇട്ട് കൊടുക്കും. അത് ഏതായാലും നമ്മുടെ പ്രേക്ഷകർ അതൊന്ന് കണ്ടു നോക്കണം. ആ കമന്റ്സ്, ഞങ്ങളെ കമന്റ്സ് ഏതാണെന്ന് പറയുന്നില്ല, നിങ്ങളെ കമന്റ്സ് ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. പിന്നെ ഇവരൊക്കെ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. അതായത് ഈ വാർത്ത, അതായത് നേഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം 28,500 രൂപയാക്കിയിട്ടുണ്ട്. പിന്നെ ബെഡിൻ്റെ എണ്ണത്തിനനുസരിച്ച് 40,000 രൂപ വരെ ശമ്പള വർധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ വിഭാഗത്തിലും ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് അതിൻ്റെ അനുസരിച്ചുള്ള ശമ്പളം വരും. ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്യുന്നവർക്കും ICU ജോലി ചെയ്യുന്നവർക്കും ഒക്കെ പ്രത്യേകം ശമ്പളമായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് നേഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. ആ നേഴ്സുമാർക്കും കുടുംബാംഗങ്ങൾക്കും ഓൾറെഡി അറിയാം മറുനാടൻ മലയാളിയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും, മറുനാടൻ മലയാളിയുടെ ആശയപ്രകാരമാണ് ഈ തൃശ്ശൂർ പോലുള്ള സ്ഥലത്തു നിന്നുള്ള സമരം ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മാറ്റിയതെന്നും എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയാം. പിന്നെ ഇവരാരെ ബോധ്യപ്പെടുത്താനാണ് ഈ സമര നേട്ടം ഇവരുടെ ആയിട്ട് കൊട്ടിക്കോശി? ഇന്നലെ ഞാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ GPOയുടെ മുന്നിൽ ഏതൊരു ഇടതുപക്ഷ സംഘടന സായാഹ്ന സമരം നടക്കുന്നുണ്ട്. അവിടെ ഒരാളെ പ്രസംഗിക്കുന്നത്, അയാൾ ആരെന്ന് എനിക്കറിയില്ല. അയാൾ പറയുന്നുണ്ട്, ഇത് കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ സമരത്തെ, അതുപോലെ നമ്മളെ നേരത്തെ നടന്ന ആശാ സമരത്തിന് സഹായിച്ച SUCIയുടെ നേതാക്കന്മാർ മാത്രമാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അതല്ല ഈ നാട്ടിൽ ജനാധിപത്യ വിശ്വാസമുള്ള ആരും ഇവരുടെ കൂടെ ഇല്ല എന്നൊക്കെ അദ്ദേഹം ഘോരം പ്രസംഗിക്കുന്നത് കണ്ടു. അത് ആളാരാണെന്ന് എനിക്കറിയില്ല, അത് ട്രേഡ് യൂണിയൻ നേതാവാണെന്ന് തോന്നുന്നു. ഏതായാലും അദ്ദേഹം ഈ ദൃശ്യങ്ങളെങ്കിലും മിനിമം ഒന്ന് കാണണമായിരുന്നു, ഇത് പങ്കെടുത്ത ആൾ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം.
അല്ല, വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ ഏറ്റവും കൂടുതൽ ഉയർന്ന ഒരു ചോദ്യം ഇതാണ്, എടാ സർക്കാർ എന്ത് വേണം, സ്വകാര്യ ആശുപത്രി നേഴ്സുമാരുടെ കാര്യത്തിൽ സർക്കാർ എന്ത് ചെയ്യാനാണെന്ന്. അതെ. അപ്പോൾ സർക്കാരല്ലാതെ വേറെ ആരാ ചെയ്യേണ്ടത്? സ്വകാര്യ ആശുപത്രി ജീവനക്കാർ ശമ്പളം വേണമെങ്കിൽ നിങ്ങൾ സ്ഥാപനത്തിന് മുന്നിൽ സമരം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇന്നലെ ജാസ്മിൻ ഷാ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പുണ്ട് ആസ്റ്റർ മെഡിസിറ്റിയുടെ. സർക്കാർ പറഞ്ഞാൽ ഞങ്ങൾ അതനുസരിച്ചുള്ള ശമ്പളം കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആര് പറയണം? അത് ഈ വന്ന് ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കുന്ന ന്യായീകരണ തൊഴിലാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾക്കനുസരിച്ച് സർക്കാരാണ് വേതന വർധനവ് പ്രഖ്യാപിക്കേണ്ടത്. ആ വേതനമാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ജേർണലിസ്റ്റുകളുടെ രംഗത്താണെങ്കിൽ പോലും വേജ് ബോർഡ് നടപ്പാക്കിയത് കേന്ദ്ര സർക്കാരാണ്. മജീദിയ വേജ് ബോർഡ് നടപ്പാക്കിയത് കേന്ദ്ര സർക്കാർ. അല്ല, മാത്രമല്ല അങ്ങനെ പിന്നെ ഈ നാട്ടിൽ തൊഴിൽ വകുപ്പ് എന്നൊരു വകുപ്പിന്റെ ആവശ്യമില്ലല്ലോ, എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള ചെയ്താൽ മതിയല്ലോ. അതെ. അപ്പം തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കാനും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മാന്യമായ വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ തൊഴിൽ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് ഇവിടെ ഉള്ളത്. ആ തൊഴിൽ മന്ത്രി ശിവൻകുട്ടിയാണ്. അപ്പോൾ ഇന്നലെ ഇടപെട്ട് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. കാരണം ഈ 30,000 നേഴ്സുമാർ അല്ലെങ്കിൽ 25,000 നേഴ്സുമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ വന്നെങ്കിൽ ഇവരുടെ വോട്ടിംഗ് കപ്പാസിറ്റി എന്തായിരിക്കും? ഇവരുടെ ഓരോരുത്തരും കുടുംബാംഗങ്ങളുടെ എണ്ണം എടുക്കാം. അതെ. ഇപ്പോൾ അവർക്ക് മനസ്സിലായി, അവരിത് പ്രഖ്യാപിച്ചു. ഇവർ പ്രഖ്യാപിക്കുന്ന പുറകെ ഇത് നടപ്പിൽ വരുമെന്നുള്ളതുകൊണ്ട് ഉറപ്പ് വരുത്തിയാൽ. അതിൽ കേരള കോൺഗ്രസ്സുകാർ പരിപാടി പങ്കെടുക്കാൻ എത്തിയത് ഒരു കാര്യം ഉറപ്പാണ്, മധ്യ തിരുവിതാംകൂറിലാണ് ഒരു കേരളത്തിലെ ഏറ്റവും അധികം നഴ്സുമാരുള്ളത്, ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകളുള്ളത്, ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളുള്ളത് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായിട്ടാണ്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ നേഴ്സുമാർക്ക് വേണ്ടി ഇങ്ങനൊരു ശമ്പള വർധനവ് പ്രഖ്യാപിച്ച് സർക്കാരിനെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. പിന്നെ കാരണം അവർ രണ്ട് കാര്യം നോക്കി. സർക്കാരിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. സ്വകാര്യ ആശുപത്രി മുതലാളിമാർ തെരഞ്ഞെടുപ്പ് ഫണ്ടിനേക്കാൾ വലുതാണ് ഈ കിട്ടാൻ പോകുന്ന ആൾക്കാരുടെ വോട്ട്. അപ്പം എനിക്ക് എൻ്റെ കോൺട്രാക്റ്റാടാ വലുതെന്ന് ഫ്രണ്ട്സ് സിനിമയ്ക്കകത്ത് ജഗതി പറയുന്ന പോലെ ശിവൻകുട്ടി വിചാരിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടാടാ വലുതെന്നുള്ളതാണ് ഇതിനകത്ത് യഥാർത്ഥ കാര്യം. പിന്നെ ഒരു കാര്യം നമ്മൾ അസന്ധിഗ്ധമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, നേഴ്സുമാരെ സമരത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഒരാളും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അത് അസന്ധിഗ്ധമായിട്ട് പറയുന്നു, മറുനാടൻ മലയാളിയുടെ നേട്ടമാണ്. അത് ജാസ്മിൻ ഷാ എന്ന് പറയുന്ന സമരനായകനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും. ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുത്ത, ഈ സമരത്തിൽ പങ്കെടുത്ത ഇവിടുത്തെ പ്രമുഖരായ രാഷ്ട്രീയ പൊതുപ്രവർത്തകരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. എല്ലാ ആൾക്കാർക്കും വ്യക്തമായിട്ട് അറിയാം. മാത്രമല്ല ഈ സമരത്തിന് അട്ടിമറിക്കാൻ നടത്തിയ എത്ര ശ്രമങ്ങളുണ്ട്. നമ്മളെല്ലാം മാത്രമേ വാർത്ത കൊടുത്തിട്ടുള്ളൂ. ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾ അത് കണ്ടായിട്ട് പോലും ഭാവിച്ചിട്ടില്ല. ഈ മാധ്യമങ്ങൾ പാലക്കാടാണെന്ന് തോന്നുന്നു MVD ഇറക്കി ഇവർ സഞ്ചരിച്ച വാഹനം പിടികൂടി 50,000 വലിയ തുക പിഴയടിക്കാൻ ശ്രമിച്ചു. 25,000 രൂപ 50,000 രൂപ 2 വണ്ടിക്ക് പിഴയടച്ചു. നമ്മുടെ ചീഫ് എഡിറ്ററാണ് ഇടപെട്ടത്. ചീഫ് എഡിറ്റർ ഇടപെട്ടിട്ട് നേരെ മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് ഈ വിവരം അറിയിച്ചു. ആ നടപടിയെടുത്ത MVD ഉദ്യോഗസ്ഥനെതിരെ മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. മാത്രമല്ല തിരുവനന്തപുരത്തിന് കനകക്കുന്നിൽ അവിടെ നടത്താനിരുന്ന പരിപാടിക്ക് അവസാന നിമിഷമാണ് അനുമതി നിഷേധിച്ചത്. അതെ, പ്രത്യേക കാരണമൊന്നുമില്ല. അപ്പോൾ ഒരു തൊഴിലാളി സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആ തൊഴിലാളി സർക്കാർ തന്നെ ഈ സമരം അടിച്ചമർത്താൻ വേണ്ടി പല ഭാഗത്തു നിന്നും ശ്രമിച്ചു. അത് നടക്കാതെ വന്നു. അവസാനം നേഴ്സുമാരെ ശമ്പള വർധനവ് നടപ്പാക്കേണ്ടി വന്നു. ഈ നടപ്പാക്കേണ്ടി വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന ഇവരെയൊക്കെ നമ്മൾ എന്ത് ഭാഷ പറഞ്ഞാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം ആ ക്രെഡിറ്റ് എടുക്കാൻ ഒരാളും ഇങ്ങോട്ട് വരണ്ട. ഇത് മറുനാടൻ്റെ മാത്രം ക്രെഡിറ്റ്.